പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുമ്പോൾ യുഎസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്ത്. ഞങ്ങൾക്ക് എണ്ണ വിറ്റാൽ മാത്രം മറ്റുള്ളവർക്കും ഹോർമൂസ് പൂട്ടുമെന്ന പരോക്ഷ ഭീഷണിയുമായിട്ടാണ് ഇറാൻ രംഗത്ത് വരുന്നത്. ഇതാകട്ടെ ഇപ്പോൾ ലോക എണ്ണ വിപണിയിൽ കൂടുതൽ ആശങ്ക ഇടയാക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതീവ രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ആഗോള എണ്ണ വിപണിയെ ആശങ്കയിലാഴ്ത്തുന്ന പുതിയ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വരുന്നത്. അമേരിക്കയോ മറ്റു വിദേശ ശക്തികളോ ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാൻ ശ്രമിച്ചാൽ പശ്ചിമേഷ്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തിനും എണ്ണ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബാഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഗലീബാഫിന്റെ പ്രതികരണം. ഈ യുദ്ധത്തിന്റെ സമവാക്യം വളരെ വ്യക്തമാണ്. ഒന്നുകിൽ എല്ലാവരും അല്ലെങ്കിൽ ആരുമില്ല. ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റാരും അത് ചെയ്യാൻ അനുവദിക്കില്ല. അതായത് മറ്റാരെയും ഇത് ചെയ്യാൻ അനുവദിക്കില്ല. ഇറാന്റെ സുരക്ഷ ഉറപ്പാക്കാത്തതിനെ മേഖലയിലെ ഒരു അടിസ്ഥാന സൗകര്യവും സുരക്ഷിതമാകില്ല എന്നതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇറാന്റെ പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ലോകത്ത് കടൽ മാർഗം നടക്കുന്ന ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുവാനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നതാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അമേരിക്കൻ സൈനിക സാന്നിധ്യം ഗൾഫ് മേഖലയിൽ തുടരുന്നിടത്തോളം കാലം ഹോർമൂസ് കടലിടുക്കിൽ സ്ഥിരതയുണ്ടാകില്ല എന്നും നിലവിലെ സാഹചര്യം ഇനി ഒരിക്കലും യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങില്ല എന്നും ഗലീബാഫ് അവകാശപ്പെടുന്നുണ്ട്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വ്യാപകമാകുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിരിക്കുകയാണ്. ഇതിനിടെ തന്നെ ഹോർമൂസ് കടലിടുക്കിലെയും സമീപ സമുദ്ര മേഖലയിലെയും സുരക്ഷാ സാഹചര്യം വിവിധ രാജ്യങ്ങൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഗൾഫ് മേഖലയിലെ ഏത് തരത്തിലുള്ള സംഘർഷാവസ്ഥയും ആഗോള ഊർജ്ജ വിതരണത്തെയും എണ്ണവിലയും നേരിട്ട് ബാധിക്കുമെന്നതിനാൽ തന്നെ അന്താരാഷ്ട്ര സമൂഹവും അതീവ ജാഗ്രതയിലാണ്. ഈ യുദ്ധത്തിന്റെ സമവാക്യം വളരെ വ്യക്തമാണ്. ഒന്നുകിൽ എല്ലാവരും അല്ലെങ്കിൽ ആരുമില്ല. ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ മേഖലയിൽ മറ്റാരെയും അത് ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഇറാന്റെ സുരക്ഷ ഉറപ്പാക്കിയില്ല എങ്കിൽ മേഖലയിൽ ഒരു അടിസ്ഥാന സൗകര്യവും സുരക്ഷിതമായിരിക്കില്ല എന്നതാണ് ഈ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സേനയുടെ സാന്നിധ്യം ഒഴിവാക്കുക, അത് മാത്രമേ ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കൂവെന്നും കടലിടുക്കിലെ സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ, പാലങ്ങൾ അത് ബോംബിട്ട് തകർക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അവിടെ രൂക്ഷമായ മറുപടി എത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും സമുദ്ര ഗതാഗതത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ രാജ്യങ്ങളുടെ കടുത്ത നിലപാടുകൾ എന്നതും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, എണ്ണയുടെ വ്യാപാരത്തെക്കുറിച്ചും അത് വലിയ രീതിയിലുള്ള ഭീതിയാണ് ഇവിടെ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.